ഹലോ മുതുമണികളെ മുത്തുമണികളെ, എൻ്റെ ചാനലിൻ്റെ 1 ഇയർ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം വളരെ സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. അപ്പം ഈ ഒരു ഭയങ്കര സന്തോഷകരമായ കാലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. എന്താണ്? എൻ്റെ സുഹൃത്തുക്കളാണ് കേട്ടോ, കൂടെ പഠിച്ചതാണ് അല്ലേ? കൂടെ പഠിച്ചതൊന്നുമല്ല. ഇത് എൻ്റെ സ്റ്റോർ റൂമാണ് കേട്ടോ. സ്റ്റോർ റൂമിൽ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഈ റൂമിൽ പിന്നെ എലി കയറൂല, എന്തോ ഇവിടെയൊക്കെ ഇങ്ങനെ വലയൊക്കെ കെട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ എലി കയറൂല. പക്ഷെ പാറ്റയും പല്ലിയും നല്ലോണം ഉണ്ട്. ഇതാണ് എൻ്റെ വീഡിയോ എടുക്കുന്ന റൂമും കൂടി കേട്ടോ. ആരുടെയും ശല്യം ഇല്ലാതെ ഉണ്ടാതെ വന്നിരുന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അങ്ങനത്തെ റൂമാണ്. ഇവിടെ ലൈറ്റ് ഉണ്ട്, പക്ഷെ ലൈറ്റ് ഇട്ടാൽ ഭയങ്കര ഇതുപോലെ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു റിംഗ് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര ആർട്ടിഫിഷ്യലല്ല, സിനിമാറ്റിക് ആയിട്ട് എന്താ പറയല്ലേ, അങ്ങനത്തെ ഭയങ്കര ഇത് കൊള്ളാല്ലേ. ഭയങ്കര സ്റ്റൈലൻ സെറ്റപ്പിലൊക്കെയാണ് ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്നത്. ഇത് കുറച്ച് പറയാൻ കുഴപ്പമില്ല. അയ്യോ വേണ്ട മുത്തുമണി, വേണ്ട മുത്തുമണി, വേണ്ട മുത്തുമണി, വേണ്ട മുത്തുമണി, ഇത് മതി. അപ്പോ ഈ വീടും നമ്മൾ വിട പറയുകയാണ്. ഈ വീടിനോടും നമ്മൾ വിട പറയുകയാണ്. കാരണം ഈ വീട് വിറ്റു. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവര് പൈസയൊക്കെ കൊടുത്ത് അതിന്റെ ബാക്കി പൈസ ഈ മാസം കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ വീടിനോടും വിട പറയുകയാണ്, വിട പറയുകയാണ്. ഈ ഓരോ വീട്ടിൽ നമ്മളിങ്ങനെ വന്ന് താമസിക്കുന്ന സമയത്തുണ്ടല്ലോ, ആ വീട് നമ്മളെ സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ വീടുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. അപ്പം പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിഷമമുള്ള ഒരു കാര്യമല്ല. എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ മക്കൾ ഒരുപാട് കഷ്ടപ്പെടും ഇതെല്ലാം പാക്ക് ചെയ്ത്. ഒരു വീട് എന്നെ പൊക്കിക്കൊണ്ട് നമ്മൾ പോകുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് വയ്ക്കുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് ആ വീട്ടിൽ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്ത്, മുമ്പ് എൻ്റെ ഹസ്ബൻഡാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇപ്രാവശ്യം അദ്ദേഹത്തിന് വയ്യാതായതിനു ശേഷം 2ാമത്തെ വീടാണ് മാറുന്നത്. ഇനി പോകുന്നത് 3ാമത്തെ വീട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അതിലോട്ട് വരാം. യൂട്യൂബ് ചാനലിന്റെ 1 ഇയർ ആഘോഷിക്കുന്ന ഈ സുന്ദര സുരഭില സുമുഖ നിമിഷത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണോ? വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് വേണോ? വേണമെങ്കിൽ പറയാം. അതായത് എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാതാകുന്നതിന് മുമ്പാണോ ശേഷമാണോ ഞാൻ യൂട്യൂബ് തുടങ്ങിയത്? നിങ്ങൾ അത്രയ്ക്ക് പൊട്ടരാണാടെ. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ ഇവിടെ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അല്ലേ? ഇത് സംസാരിക്കുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ചില ആളുകളൊക്കെ പുതിയതായിട്ട് എൻ്റെ ചാനൽ സബ് ചെയ്ത് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും ഒക്കെ കൂടി ഞാൻ ഒരുപാട് തവണ പറഞ്ഞ കഥകളാണ്. വീണ്ടും 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 അത് എനിക്ക് പറയാൻ, എൻ്റെ കഥകളല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അപ്പോൾ എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കല്യാണം മുതൽ പറയാം. ഞാൻ എൻ്റെ 23ാമത്തെ വയസ്സിലാണ് എൻ്റെ ഹസ്ബൻഡിനെ കണ്ടുമുട്ടുന്നത്. പ്രണയ വിവാഹമാണോ എന്ന് ചോദിച്ച് ചില മണ്ണി കുയിലേ, പ്രണയ വിവാഹമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഓഫ് കോഴ്സ്. എങ്ങനെയാണ് പരിചയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ICICI പ്രൊഡൻഷ്യലിൽ വർക്ക് ചെയ്യുന്ന ഒരു കാലം, ICICI പ്രൊഡൻഷ്യലിൽ വർക്ക് ചെയ്യുന്ന കാലം, എൻ്റെ വാരിയെല്ലിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളുടെ വാരിയെല്ലുണ്ടല്ലോ. അപ്പം ഈ വാരിയെല്ലിൻ്റെ ഉടമസ്ഥൻ ഏത് പൊന്തക്കാട്ടിലാണെങ്കിലും ആ സമയമാകുമ്പോൾ ഇറങ്ങി വരും എന്ന് പറയുന്നത് പോലെ, ഞാൻ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിച്ച ഒരു സമയത്ത് എൻ്റെ മമ്മീജിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പഠിക്കാൻ വിടില്ല. കാരണം അതിൻ്റെ സീരിയസ്നെസ് അറിയാൻ പാടില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന് ഒരുപാട് സാമ്പത്തികം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷേ എനിക്ക് മരിച്ച ബുദ്ധിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ICICI പ്രൊഡൻഷ്യലിൽ ടെലികോളറായിട്ട് ജോലിക്ക് പോന്നു.
വെറുതെ ഇങ്ങനെ ചെന്നിട്ട് ICICI പ്രൊഡൻഷ്യലിൽ ഞാൻ ടെലികോളറായിട്ട് ജോലിക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവോ? ഇല്ല, അത് പത്രത്തിൽ നിന്ന് കിട്ടിയതായിരുന്നു കേട്ടോ. അന്ന് ഈ പത്രം വായിക്കുന്ന ഭയങ്കര ദുശീലം എനിക്കുണ്ടായിരുന്നു. ഈ പത്രം വായിക്കാൻ വേണ്ടിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ 4ാമത്തെ പേജ് എടുത്ത് തിരിച്ചിടും. എന്നിട്ട് അതിൽ എവിടെയൊക്കെ ജോലി വേക്കൻസി ഉണ്ടോ അവിടെയൊക്കെ ആപ്ലിക്കേഷൻ ഇടും. അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ICICI പ്രൊഡൻഷ്യലിൽ എനിക്ക് ടെലികോളറായിട്ട് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ വലിയ തിരക്കേടില്ലാതെ നമ്മുടെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായി. ടെലികോളറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന് പാസ്സായി എന്നല്ല, അവിടെ ജോലി ചെയ്യും, ആ ഫീസ് കൊണ്ടുവന്ന് ആ പൈസ കൊണ്ടുവന്ന് ഫീസ് അടയ്ക്കും. അങ്ങനെ പരീക്ഷയൊക്കെ എഴുതിയ ഒരു എഴുത്തുണ്ട് എൻ്റെ പൊന്നാ. എന്തായാലും 2nd ക്ലാസ്സോടെ പാസ്സായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ICICI പ്രൊഡൻഷ്യലിന്റെ താഴെ കസേരയിൽ ഒരു സുന്ദരനും സുമുഖനുമായ എൻ്റെ വാരിയലിന്റെ ഉടമസ്ഥൻ ഇരിക്കുന്നത് ഞാൻ കാണുന്നത്. ആ മനുഷ്യന്റെ കഷ്ടകാലവും എൻ്റെ നല്ല കാലവും അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നു ഗൈസ്. ഒലത്തുമ്പത്തിരുന്നു അതൊക്കെ 1 വർഷം കഴിഞ്ഞിട്ട്. ഇവിടെ വാ ബാക്കി കഥ പറയട്ട്. അങ്ങനെ കുറേ ദിവസം നമ്മൾ കാണും, ഇങ്ങനെ ചിരിക്കും. അന്ന് ഈ ഫോണൊന്നും ഇല്ലാത്തൊരു കാലമാണേ. അപ്പം ചിരിക്കും, പോകും. അങ്ങനെ ലാസ്റ്റ് എൻ്റെ പരീക്ഷയിലേക്ക് ഒരു സമയം വരെയാണ്. പരീക്ഷയുടെ സമയത്ത് എൻ്റെ ഫീസൊക്കെ ഞാൻ അടച്ചു കഴിഞ്ഞ് ഇനി എനിക്ക് ICICI പ്രൊഡൻഷ്യലിൽ ജോലി ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ ഫീസ് കംപ്ലീറ്റ് ഞാൻ അടച്ചു കഴിഞ്ഞു. പിന്നെ ബസ്സിന്റെ പൈസ അതെൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് തന്നില്ലെങ്കിൽ ഞാൻ അടികൂടി വാങ്ങിയിട്ട്. അങ്ങനെ ഞാൻ അവസാന ദിവസം ICICIയിൽ നിന്ന് ഞാൻ പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പോവുകയാണ്. ഇനി ഇങ്ങനെ എന്ന് പറഞ്ഞ് ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് എനിക്ക് ഫോണില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഫോൺ നമ്പർ ചോദിച്ചു. എനിക്ക് അല്ല ഫോണുണ്ട്, ഒരു ചെറിയ നോക്കിയൊരു ഫോണുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഓർമ്മയില്ലാടെ, ഫോണുണ്ട്. അപ്പം അവിടെ നിന്ന് പിന്നീട് നമ്മൾ ബസ് കയറുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിനെ ഞാൻ എല്ലാ ദിവസവും ഞാൻ ICICI പ്രൊഡൻഷ്യലിൽ നിന്ന് ജോലി മതിയാക്കിയതിന് ശേഷവും ഇദ്ദേഹത്തിന് ബസ് കയറുന്ന സ്ഥലത്ത് ഇദ്ദേഹം ഉണ്ടാവും. കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണേ കൊച്ചുകളെ. ഒരു ദിവസം ഒരു നല്ലൊരു ദിവസം എന്നോട് പറയുകയാണ്, എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ് മുത്തുമണി, എനിക്ക് നിന്നെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മുത്തുമണി. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം കൊണ്ടാണോ എന്നോട് ആരും ഇഷ്ടമാണെന്നൊന്നും പറയില്ല. അതോ ഇനി എൻ്റെ കോലത്തിൻ്റെ ഗുണത്തിൻ്റെ ഒക്കെ കുഴപ്പമാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ലാടെ. എൻ്റെ അടുത്ത് എങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് എനിക്ക് ഇങ്ങനെ പറയാനാണ് തോന്നിയത്. അന്ന് എനിക്ക് ആണോ എന്നാ എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കോ. എന്തായാലും പ്രേമം എന്ന് പറഞ്ഞാൽ അത് കല്യാണം കഴിക്കാനാണല്ലോ, ആയിരിക്കുമല്ലോ. അന്നത്തെ പ്രേമം എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്യുവറായിട്ടുള്ള പ്രേമമാണ്. അന്ന് ഇന്നത്തെ പോലത്തെ ഒരു രീതിയൊന്നുമല്ല. ഇന്നിപ്പോൾ പിള്ളേർ ഒരു ബ്രേക്കപ്പ് അടുത്തതിലോട്ട് ചാടാൻ വേണ്ടി ഒരു നിമിഷം, ഇവിടെ ബ്രേക്കപ്പ് പറഞ്ഞിട്ട് അപ്പുറം പോകുമ്പോൾ തന്നെ ഹായ് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അന്ന് അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം വരില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ മുത്തുമണികളെ എവിടെയായിട്ട് വരും വീട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വീടൊക്കെ പറഞ്ഞു കൊടുത്ത്, ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ ഇങ്ങനെയാണ്. ഈ മനുഷ്യൻ വന്നില്ലേ ഞായറാഴ്ച രോഗിയെ കാണാൻ വരുമ്പോലെ ഒരു പാക്കറ്റ് ഓറഞ്ച്, ഒരു പാക്കറ്റ് ആപ്പിള്, പിന്നെന്തോ മാങ്ങയോ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഒരു പാക്കറ്റിലൊക്കെ കൊണ്ട്, അതും ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ, അത് എൻ്റെ കുടുംബ വീടാണ് കേട്ടോ. കുടുംബ വീട്ടിലോട്ട് വരണമെങ്കിൽ മഴയുള്ള സമയത്താണെങ്കിൽ തോണിയും കൊണ്ട് വരണം. അവിടെ കയറാൻ പറ്റില്ല, മുടുക്ക് ഫുള്ള് വെള്ളമായിരിക്കും. അപ്പം ഇദ്ദേഹം ഷൂസൊക്കെ ഇടുന്ന ഒരാളാണ്. ഞാൻ നോക്കുമ്പോൾ ഷൂസും സോക്സൊക്കെ നനഞ്ഞ് ഇങ്ങനെ ഒരാൾ ഞായറാഴ്ചയപ്പോൾ വരണം. ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ചിലന്തിയെല്ലാം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് ഹലോ എന്ന്. ഞാനെന്നെ ഞെട്ടിപ്പോയി. അപ്പം ഞാൻ ഈ കാര്യം എൻ്റെ അമ്മയുടെ അടുത്തൊന്നും പറയുന്നില്ല. എൻ്റെ മക്കളെ എൻ്റെ അടുത്ത് ഉള്ളതുപോലെ അല്ല എൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് എൻ്റെ അമ്മനെ ഭയങ്കര പേടിയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ എന്നെ ഞാനിങ്ങനെ മുട്ട് അറച്ചിട്ടാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. എന്നാലും എന്തെങ്കിലും ഒരു കാര്യത്തിന്
എൻ്റെ അമ്മ വഴക്ക് പറയാൻ പോവുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന നിമിഷം ഞാനൊരു താടകയാവും, ഭദ്രകാളിയാവും. അപ്പൊ എൻ്റെ അമ്മ എന്താക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ തടുക്കും. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തലക്കിട്ട് ഞോണ്ട് കിട്ടും, അടി കിട്ടും, എല്ലാം കിട്ടും. അപ്പൊ എനിക്ക് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ധൈര്യവും തോന്നിയില്ല. നോക്കുമ്പോണ്ട് വന്നില്ലേ, ഇങ്ങനെ വന്ന് പെണ്ണ് ചോദിച്ചപ്പം സ്വാഭാവികമായിട്ട് അച്ഛനില്ലാത്തൊരു മോളാണ്, ഒരു വീട് മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട്. അന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയൊരു വീട്, 1 സെന്റിനകത്തൊരു ചെറിയ വീട്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മോനെ എൻ്റെ കയ്യിൽ സ്ത്രീധനമൊന്നും ഇല്ല, ഞാൻ ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരാളാണ്, അപ്പം എൻ്റെ കയ്യിൽ സ്ത്രീധനമൊന്നും ഇല്ല. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകളെ പെണ്ണാലോചിച്ച് വന്നതാണ്, നിങ്ങളുടെ സ്ത്രീധനം ആഗ്രഹിച്ച് വന്നതല്ല. പക്ഷെ ഇന്നും ഞാനത് ഭയങ്കര പ്രൗഡായിട്ട് പറയും കേട്ടോ. അതായത് എൻ്റെ ഹസ്ബൻഡ് 1 രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് സ്ത്രീധനം വാങ്ങിച്ച ഒരാളല്ല. അതേ കണക്ക് തന്നെ അന്ന് എനിക്ക് ഒരുപാട് സ്വർണം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ കൂലിപ്പണിയാണ് ചെയ്യുന്നതെങ്കിലും അന്ന് സ്വർണത്തിന് 3000 രൂപയൊക്കെയാണ് വില. അപ്പം ഈ കഷ്ടപ്പെടുന്ന പൈസയൊക്കെ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ട് കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ വാങ്ങിച്ച് എനിക്ക് കൈയും കാലും നിറച്ച് സ്വർണ്ണമൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൈ കിടന്ന മോതിരം തന്നെ ഞാൻ അന്നല്ല, നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് മോതിരം ഊരി അദ്ദേഹത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മാലയും, എനിക്ക് മാത്രം അന്ന് 3 മാല ഉണ്ടായിരുന്നു, എൻ്റെ അമ്മയ്ക്ക് ഒരു മാല ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആ മാലയിൽ നിന്ന് ഒരു മാല ഇദ്ദേഹത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിലെത്തിയതിന് ശേഷം അന്ന് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ വീണയും അച്ചുവും, അങ്ങനെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ പിരിഞ്ഞു പോയതിന് ശേഷം ഇദ്ദേഹം ആദ്യം ചെയ്തത് ആ 2 സാധനം ഊരി എനിക്കിങ്ങനെ തിരിച്ചിട്ട് തന്നു. പക്ഷെ അന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് സ്വർണം ഹറാമാണ് എന്നറിയാൻ പാടില്ല. പക്ഷെ എന്നാലും അദ്ദേഹം അത് ഊരി എനിക്കിങ്ങ് തന്നു. എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട, ഞാനൊരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്, നല്ലൊരു ജീവിതം കിട്ടിയാൽ സന്തോഷം. അങ്ങനെ വീഡിയോ നീണ്ടുപോയാൽ നമുക്കിത് പാർട്ടായിട്ട് ചെയ്യാൻ കേട്ടോ, നിങ്ങൾ ഒന്നും പറയരുത്. അപ്പം അങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞു. നല്ല വിവാഹമായിരുന്നു. നല്ല വിവാഹം എന്ന് പറഞ്ഞാൽ വിവാഹമല്ല നല്ലത്, എൻ്റെ ലൈഫ് വളരെ നല്ല ഒരു ലൈഫായിരുന്നു. ഒരുപാട് എൻ്റെ വല്യമ്മേരെ മക്കളും കുഞ്ഞമ്മേരെ മക്കളൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങളായിട്ട് കല്യാണം കഴിപ്പിച്ച് തന്നാൽ പോലും ഇത്രയും നല്ലൊരു പയ്യനെ നിനക്ക് കല്യാണം കഴിപ്പിച്ച് തരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല, കല്യാണം കഴിച്ചത് നല്ലൊരു മനുഷ്യനെയാണ് എന്ന് തന്നെയാണ്. എൻ്റെ നാട്ടിലായിരുന്നാലും ഇപ്പോഴും ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ ആയിരുന്നാലും ആർക്കും ഒരു മോശം അഭിപ്രായമില്ലാത്ത ഒരു നന്മയുള്ള നല്ലൊരു മനുഷ്യനാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. അത് 100% ചിലർക്ക് നല്ല ആളുകളെ കിട്ടുമെന്ന് പറയുന്നത് പോലെ ആയിരിക്കാം, വളരെ പാപമായിട്ടുള്ള ഒരു നന്മയുള്ള മനുഷ്യൻ തന്നെയാണ് കേട്ടോ. ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ നിന്ന് എന്നെ കൈപിടിച്ച അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ പട്ടിണി എന്തെന്നറിഞ്ഞിട്ടില്ല. അദ്ദേഹം സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് പോലും എനിക്ക് പട്ടിണി അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ എനിക്ക് വന്നിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇദ്ദേഹം കല്യാണം കഴിച്ച് എന്നെ ഒരു അടുക്കളയിൽ പൂട്ടിയിടുകയായിരുന്നില്ല ചെയ്തത്. സ്വന്തമായി ജീവിക്കാനുള്ള അല്ലെങ്കിൽ സ്വന്തമായി വരുമാനം ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇപ്പൊ എൻ്റെ മക്കൾക്കും, എൻ്റെ മോള് 18 വയസ്സ് തികഞ്ഞ ഒരു മോളാണ്. അതിന് മുമ്പേ അവർക്ക് സെൽഫായിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വീട്ടിലിരുന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ അവർ ചെയ്യുന്നുണ്ട്. എൻ്റെ മൂത്ത മോള് വരുമാനവും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു നല്ല ലൈഫ് കിട്ടിയ ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരച്ഛൻ്റെ സ്നേഹം കിട്ടാതെ വളർന്ന, ഒരു സഹോദരൻ്റെ സ്നേഹം കിട്ടാതെ വളർന്ന എനിക്ക് ഇദ്ദേഹത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അതിര് കവിഞ്ഞതാണ്. അതിര് കവിഞ്ഞ ഒരു ജീവിതമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണങ്ങളില്ല, ഞാൻ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളില്ല. എല്ലായിടത്തും എല്ലാ ഞായറാഴ്ചയും ഡ്യൂട്ടി ഇല്ലാത്ത സമയത്തും ഒക്കെ എന്നെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോവുകയും എത്രത്തോളം എന്നെ സന്തോഷമായിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രത്തോളം എന്നെ സന്തോഷിപ്പിച്ച് ജീവിപ്പിക്കുന്ന ഒരു പാപം പിടിച്ച ഒരു നല്ല മനുഷ്യനാണ്. അപ്പോൾ ഇത് എന്തിനാണ് പറഞ്ഞു വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ദാരിദ്ര്യത്തിന്റെ വക്കിൽ നിന്ന് രാജകുമാരിയെ പോലെ ജീവിച്ച് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
രാജ്ഞിയായിട്ട് തന്നെ. അതായത് വീട്ടിൽ എന്തൊരു സാധനം, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതാകുന്ന നിമിഷം വരെ എനിക്ക് 1 കിലോ പഞ്ചസാരയുടെ വില എത്രയാണെന്ന് എനിക്കറിയാൻ പാടില്ല, 1 കിലോ അരിയുടെ വില എത്രയാണെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം രാവിലെ അദ്ദേഹം ഉണർന്നു കഴിഞ്ഞാൽ എൻ്റെ അടുക്കള വന്ന് നോക്കും, അതിൽ എന്തൊക്കെ സാധനങ്ങൾ ഇല്ല എന്നുള്ളത് അദ്ദേഹം ഒരു പേപ്പറിൽ എഴുതി വെക്കും. അതൊരു റുട്ടീൻ പോലെയാണ്. എന്തൊക്കെ സാധനങ്ങളാണോ കഴിഞ്ഞത് അത് ഒരു പേപ്പറിൽ എഴുതി വെക്കും. ബാക്കി ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ച് ഒരു ബക്കറ്റിൽ നിറച്ച് വെക്കും. അത് ഇങ്ങനെ കുപ്പികളിൽ കുറയുന്നതിനനുസരിച്ചിട്ട് രാവിലെ എണീറ്റ് അതൊക്കെ നിറച്ച് അടുക്കള ഫുള്ള് ക്ലീൻ ആക്കി തന്ന് ചായയുടെ വെള്ളവും വെച്ചതിന് ശേഷം വന്ന് എന്നെ വിളിക്കാറുണ്ട്. അത്രയും സത്യത്തിൽ എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ ജീവിക്കുന്നതിനേക്കാൾ സന്തോഷത്തോടു കൂടി സുരക്ഷിതമായിട്ട്, എനിക്ക് കഠിനാധ്വാനം പോലും ഇല്ല, എന്തൊരു കാര്യവും എനിക്ക് വീട്ടിലെ സർവത്ര കാര്യങ്ങളും ചെയ്തു തരും. വീട്ടിലെ അടുക്കളയിലുള്ള എനിക്ക് ഇറച്ചി വെക്കാൻ പഠിപ്പിച്ചു തന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അതൊരു കഥയാണ്, അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ വീട്ടിൽ ഇറച്ചി വാങ്ങാറേ ഇല്ല കേട്ടോ. അപ്പം അതൊരു കഥയാണ്, ഞാൻ പറഞ്ഞുതരാം. അപ്പം അങ്ങനെ നല്ലൊരു ജീവിതമാണ് എനിക്ക് കിട്ടിയത്. ആ നല്ല ജീവിതത്തിൽ അർമാദിച്ച് ജീവിച്ചു കൊണ്ടിരുന്ന ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തനിച്ചായിപ്പോയി. തനിച്ചാകുന്നത് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഉപേക്ഷിച്ചു പോയതല്ല, എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചതല്ല, എന്നെ ദ്രോഹിച്ചു പോയതല്ല, എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്ന് ബോധമറ്റ് അദ്ദേഹത്തിനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്നേഹത്തിനും മുകളിൽ ഒന്നുമില്ലടെ. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തന്നിട്ടുള്ള ഓർമ്മകളുടെ ഒരംശം പോലും തരാനായിട്ട് എൻ്റെ അച്ഛനോ എൻ്റെ സഹോദരനോ കഴിഞ്ഞിട്ടില്ല. അത്രയേറെ സ്വാധീനം ചെലുത്തിയ ഒരു മനുഷ്യനാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് തന്നെയാണ്. അപ്പൊ ആ എൻ്റെ മനുഷ്യൻ, അതായത് എന്നെ അത്രയേറെ സ്നേഹിച്ച് എന്നെ ഒരു റാണിയെ പോലെ നടത്തിയിരുന്ന എൻ്റെ മനുഷ്യൻ പെട്ടെന്ന് ഒരു അസുഖബാധിതനാകുന്ന സമയത്ത് മറ്റൊരാളുടെ സ്നേഹത്തിന്റെ പിന്നാലെ അലയുക എന്നുള്ള വിഡ്ഢിത്തം, അങ്ങനെ ഒരു വിഡ്ഢിത്തം ഞാൻ ചെയ്യും എന്ന് വിചാരിക്കുന്ന ആളുകളോട് ഒന്നും പറയാനില്ല. ആ ഒരു സമയത്ത് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഭർത്താവ് ഉണ്ടാകണം എന്നുള്ളതിനേക്കാൾ മുൻഗണന എൻ്റെ മക്കളും ഞാൻ ജീവിച്ചതുപോലെ അച്ഛനില്ലാത്ത അവസ്ഥയിലൂടെ ജീവിക്കണ്ട. എൻ്റെ മക്കൾക്ക് അവരുടെ ഉപ്പ അവരുടെ കൂടെ കാണണം. എനിക്ക് ഭർത്താവ് ഉണ്ടാകണം എന്നതിലും അപ്പുറം ഞാൻ എൻ്റെ മക്കൾക്ക് അവരുടെ ഉപ്പ അവരുടെ കൂടെ കാണണം. ഒരു കിടപ്പ് രോഗിയായിട്ട്, ഒരു കിടപ്പ് അവസ്ഥയിലാണെങ്കിൽ പോലും എനിക്ക് അദ്ദേഹത്തെ തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു വാശിയായിരുന്നു ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ കാൽക്കൽ വീണിട്ട് യാചിക്കുന്ന ഒരു ഞാനുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമോഷണൽ ആകും. കാരണം എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ മക്കളുടെ ഉപ്പാന്റെ ജീവന് വേണ്ടി ഞാൻ ആ മെഡിക്കൽ കോളേജിന്റെ വരാന്തകളിൽ ഒരു ഭ്രാന്തിയെ പോലെ അലഞ്ഞ കുറെ അധികം ദിവസങ്ങളുണ്ട്. നിങ്ങൾക്ക് എത്ര ആക്ഷേപിക്കേണ്ടി വന്നാലും ആക്ഷേപിച്ചാലും ഞാനന്ന് അനുഭവിച്ച ഒരു മാനസിക വ്യതയുണ്ട്, ഞാനന്ന് അനുഭവിച്ച ഒരു മാനസിക കണ്ടീഷനുണ്ട്. ആ ഒരു ടൈമിലാണ് ഞാൻ പ്രഗ്നന്റും ആയിരിക്കുന്നത്. പ്രഗ്നൻസിയുടെ ആദ്യ ഘട്ടങ്ങളെന്ന് പറയുന്നത് ഛർദിലും തലയിറക്കവും ഒക്കെ ഉള്ള ആ ഒരു കാലത്ത് ഞാൻ ഒരു ഭ്രാന്തിയെ പോലെ അലയുകയാണ്. എനിക്ക് ഛർദിലില്ല, എനിക്ക് തലയിറക്കമില്ല. കാരണം എൻ്റെ മനസ്സ് മുഴുവൻ എന്ന് പറയുന്നത് ഇദ്ദേഹം എങ്ങനെ രക്ഷപ്പെടും, ഇദ്ദേഹത്തെ എങ്ങനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഭർത്താവിൻ്റെ ശരീരത്തിൽ സ്മെല്ലാണ്, അല്ലെങ്കിൽ ഭർത്താവിന് സമ്പാദിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് കൊള്ളില്ല, ഭർത്താവ് ഒരു രോഗാവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ മറ്റൊരുത്തൻ്റെ ചൂടും ചുരുപ്പും തേടി അലയുന്ന സ്ത്രീകളുണ്ടാകാം. പക്ഷേ എല്ലാ സ്ത്രീകളും അങ്ങനെ ആവണം എന്നൊന്നുമില്ലാടെ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കളുടെ ഉപ്പ സുഖമായി എന്നോടൊപ്പം ജീവിക്കുന്നു എന്നുള്ളത്. ആരെവിടെ ഇരുന്ന് എങ്ങനെ കുരച്ചാലും എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തോളോട് തോൾ ചേർന്ന്
എൻ്റെ മക്കളുടെ ഉപ്പ നിൽക്കുന്നിടത്തോളം കാലം ആരെന്ത് പറഞ്ഞാലും അതിനെ മായ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഞാനിപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് പിന്നെ 1 വർഷത്തോളമായി. എൻ്റെ മുഖത്ത് നിന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് സംസാരിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഭർത്താവുമായിട്ട് ഇടപഴകുന്ന സമയത്ത് എൻ്റെ ശ്വാസത്തിൻ്റെ ഗതി, എൻ്റെ ഉള്ളിലെ ശൃംഗാരഭാവം, ഇതൊന്നും മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ മറ്റൊരാളുടെ മുന്നിലേക്ക് എടുത്തിടേണ്ടുന്ന ഒരവസ്ഥ എനിക്ക് ഇന്ന് വരെ വന്നിട്ടില്ല. കാരണം വളരെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ് എൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ ഞാൻ തൃപ്തയുമാണ്. ഞാൻ തൃപ്തയായ ഒരു ഭാര്യയുമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഭയങ്കര ലെങ്ത് ആയി പോകുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണേ. ഈ സംഭവം ഇതിവിടം വരെ ഓർമ്മിച്ച് വെക്കണേ. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയണ്ടേ. അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എൻ്റെ സാമ്പത്തിക ഗതി, എൻ്റെ ഹസ്ബൻഡ് വീണു പോകുന്ന ആ ഒരു സമയത്തുള്ള ഒരു സാമ്പത്തിക ഗതി, ഇതിനെയൊക്കെ കുറിച്ച് എനിക്ക് പറയണം. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടം വരെ ഈ കഥ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. ഇതിൻ്റെ ബാക്കിയുമായിട്ട് ഞാൻ വരും. ഓക്കെ.